എപ്പോഴെങ്കിലും ഒരു എയർപോർട്ട് തുറക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ വാ കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ യാത്ര HCMCയിൽ നിന്നും ഫൂക്കോക്ക് ഐലൻഡിലേക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളത് HCMC എയർപോർട്ടിലാണ്. ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ട് തുറന്നു വരുന്നത് കാണുന്നത് കേട്ടോ. HCMCയിൽ നിന്നും ഫൂക്കോക്കിലേക്ക് 1 hour ജേർണിയാണുള്ളത്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ പിടിച്ചത് വിൻ ബസ്സാണ്. നിങ്ങളുടെ കയ്യിൽ വിൻ വണ്ടേഴ്സ് അല്ലെങ്കിൽ വിൻ പേൾ സഫാരി ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വിൻ ബസ് യാത്ര തികച്ചും ഫ്രീ ആണ്. ഈ വിൻ ബസ്സിൽ നമ്മൾ പോകുന്നത് ഗ്രാൻഡ് വേൾഡിലേക്കാണ്. ഗ്രാൻഡ് വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റലിയിലെ വെനീസ് നഗരം പോലെ ഒരു കനാലും അതിൻ്റെ ഇരുവശത്തുമായി കളർഫുൾ ബിൽഡിങ്സും ഒക്കെ ഒരു യൂറോപ്യൻ വൈബാണ് ഇവിടെ. ഗ്രാൻഡ് വേൾഡിൽ തന്നെയാണ് നമ്മുടെ താമസം. ഈ ഒരു എസ്തറ്റിക് സ്റ്റേ ഉണ്ടോ, ഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സ്. റൂമിലൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റിനായി സുന്നി കഫേയിലേക്ക് വെച്ച് പിടിച്ചു. നമ്മൾ ഓർഡർ ചെയ്തത് വിയറ്റ്നാമീസ് സ്പെഷ്യൽ ഫോബോ ബാൻമി, പിന്നെ അവരുടെ ഐക്കോണിക് കോക്കനട്ട് കോഫിയും വിയറ്റ്നാമീസ് സോൾട്ടഡ് കോഫിയും. വയറ് നിറഞ്ഞതോടെ ഇനി ഗ്രാൻഡ് വേൾഡ് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമാണ്. ആദ്യം പോയത് അവിടുത്തെ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് നല്ല മെമ്മറീസ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ മുള കൊണ്ട് മാത്രം ഉണ്ടാക്കിയ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ബാംബു ആർക്കിടെക്ചറായ ബാംബു ലെജൻഡും കാണാൻ പോയി. അവിടുന്ന് നേരെ ദ ക്വിൻറ്റസെൻസ് ഓഫ് വിയറ്റ്നാം ഷോ ഹോസ്റ്റിംഗ് ഏരിയയും കണ്ടു. ശരിക്കും മെയിൻ സംഭവം രാത്രിയിലാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ അവിടെയുള്ള തെരുവിലൂടെ നടക്കുമ്പോഴാണ് ആ സർപ്രൈസ് കണ്ടത്, നമ്മുടെ സ്വന്തം കേരളത്തിലെ കണിക്കൊന്ന. സോ ആ ഒരു വാം ഫീലിംഗ് ആസ്വദിച്ച് നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ബീച്ചിൽ എന്താ നടന്നതെന്ന് അറിയണ്ടേ? അതിപ്പോ പറയാൻ കഴിയില്ല.